ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഒത്തിരി സന്തോഷത്തിലല്ലേ? ഹാപ്പിയാണ്. ഓക്കെ. ഇപ്പം നമ്മളെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയതിന് ശേഷം ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും നമ്മൾ ശരിക്കും ആരെയാണ് കാണുന്നത്? ദൈവത്തെ തന്നെ കാണുന്നത്. നമ്മൾ നമ്മുടെ പേരൻസിൽ, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിൽ, നമ്മുടെ ബന്ധുക്കളിൽ ഒക്കെ നമ്മൾ കണ്ടുമുട്ടുന്നത് ദൈവത്തെ തന്നെയാണ് അല്ലേ. അതുപോലെ നമ്മൾ കാലങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ദൈവത്തെക്കുറിച്ചുള്ള ചില വിശേഷണങ്ങൾ, ചില ഡെഫിനേഷൻസ് പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ പെട്ടെന്ന് ദൈവം ആരാണെന്ന് ചോദിക്കുമ്പം നമ്മൾ മനസ്സിലേക്ക് വരുന്നത് പിതാവായ ദൈവത്തെക്കുറിച്ചായിരിക്കും. അതുപോലെ ടോണി പഠിച്ചിട്ടുള്ളൊരു ഡെഫിനേഷൻ ഏതാണ്? പഠിച്ചിട്ടുള്ളതിൽ വെച്ച് 7 ദിവസം കൊണ്ട് എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് പെട്ടെന്ന് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ. ഓക്കെ, ടോണി പെട്ടെന്ന് ഓർത്തത് സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചാണ്. ലിൻഡയോ? നമ്മളെയൊക്കെ രക്ഷിക്കുന്ന രക്ഷകനായ ദൈവം, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. രക്ഷകനായ ദൈവം. അങ്ങനെ നമ്മൾ ഒത്തിരി ഡെഫിനേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന അപ്പനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ദൈവം സ്നേഹമാകുന്നതും നമുക്കറിയാം. നമ്മുടെ ഡെയിലി ലൈഫിൽ ഈശോയുടെ ഈ ഒരു സ്നേഹം നമ്മൾ ഓരോ സമയത്തും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അലൻ ഒരു എക്സാമ്പിൾ പറയാമോ എങ്ങനെയാണ്? ഇപ്പോൾ ഫ്രണ്ട്സിലൂടെയൊക്കെ എനിക്ക് കിട്ടുന്നൊരു സ്നേഹവും സപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, അത് പലപ്പോഴും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഫ്രണ്ട്സിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മുടെ ടീച്ചേഴ്സിലൂടെ, നമ്മുടെ പേരൻസിലൂടെ, പ്രത്യേകമായിട്ട് നമ്മുടെ മാതാപിതാക്കളിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം പ്രത്യേകമായിട്ട് നമ്മളൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ സ്നേഹിക്കുന്ന തമ്പുരാൻ്റെ സ്നേഹത്തെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം അല്ലേ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം, സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ശരിക്കും ദൈവത്തിൻ്റെ ഒരു സ്നേഹം വർണ്ണിച്ചിടാൻ നമുക്ക് വാക്കുകളില്ലല്ലേ. ഓരോ ദിവസവും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ്. അപ്പോൾ നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ആദത്തെയും ഹവ്വായെയും ആ ഒരു സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിലാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്ത് പതുക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയല്ലേ. എങ്കിലും ദൈവം അവരെ ഉപേക്ഷിച്ചോ? ഇല്ല, ദൈവം അവരെ വീണ്ടും സ്നേഹിക്കുകയാണ് ചെയ്തത്. നമ്മളിങ്ങനെ ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി ക്യാരക്ടേഴ്സിനെ കാണാം ഇതുപോലെ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയാലും ദൈവം അവരെ ഉപേക്ഷിക്കുന്നില്ല, ദൈവം അവരുടെ പുറകെ നടക്കുവാണ് ആ ഒരു സ്നേഹമായിട്ട്. നമ്മൾ പാപാവസ്ഥയിലാണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, ഉത്ഭവം മുതലേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതലേ ഞാൻ പാപിയാണ്.
നമുക്കറിയാം, നമുക്കൊക്കെ ഉത്ഭവ പാപം ഉണ്ടല്ലേ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ പാപത്തോടെയാണ് പിറക്കുന്നത്. പക്ഷേ ദൈവം നമ്മുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് ഹൃദയ പരമാർത്ഥതയാണ്. തമ്പുരാൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ ആയിരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈശോയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ, നമ്മൾ എത്ര പാപത്തിലാണെങ്കിലും, നമ്മൾ എത്ര കൃപാവരം ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിലും, എത്രത്തോളം ബലഹീനതയിലാണെങ്കിലും ദൈവം അപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ ഒരു സ്നേഹത്തെ നമ്മളിങ്ങനെ ഒത്തിരി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്രണ്ട്സിലൂടെ, അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ലൈഫിലൂടെ. ചിലപ്പോൾ നമ്മളൊന്ന് ഇപ്പോൾ ശ്വാസം എടുക്കുന്നത് പോലും, നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് പോലും ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ്. പക്ഷേ പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ അല്ലേ. നമ്മളെ സംബന്ധിച്ച് വലിയ വലിയ ഗോഡ് എക്സ്പീരിയൻസ്, ഇപ്പം വലിയൊരു മരണത്തിൽ നിന്നോ അല്ലെങ്കിൽ മരണത്തിൻ്റെ മുഖത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെട്ടതായിക്കോട്ടെ, വലിയ അപകടങ്ങളിൽ രക്ഷപ്പെട്ടതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ള വലിയ ഗോഡ് എക്സ്പീരിയൻസ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പേരൻസ് നമുക്ക് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്കിങ്ങനെ കൂടുതലായിട്ട് ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പാപം ചെയ്താലും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് അല്ലേ. നമ്മുടെ യോഗ്യതകൾ നോക്കിയിട്ടാണോ ഈശോ നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളെ വിളിക്കുന്നത്? ഒരിക്കലും അല്ല അല്ലേ. ഈശോ രാജകീയ പ്രവേശനത്തിനായിട്ട് തിരഞ്ഞെടുത്തത് ഏത് മൃഗത്തെയായിരുന്നു ടോണി? ഒരു കഴുതക്കുട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു കഴുതയ്ക്ക് മനുഷ്യർ നോക്കുമ്പോൾ എന്തെങ്കിലും യോഗ്യതകളുണ്ടോ? ഒന്നുമില്ല. പക്ഷേ ദൈവം ആ ഒരു കഴുതനെയാണ് തിരഞ്ഞെടുത്തത്. അതുപോലെ ദൈവം തിരഞ്ഞെടുത്ത, ഈശോ വിളിച്ച സ്ലീഹന്മാരായിക്കോട്ടെ, നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒത്തിരി പ്രവാചകന്മാരുണ്ട്, സ്ലീഹന്മാരുണ്ട്. ഇവരെ ഒന്നും യോഗ്യത നോക്കിയിട്ടല്ല ദൈവം സ്നേഹിക്കുന്നത്, അവരായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് സ്നേഹിക്കുന്നത് അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തെ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഒന്നുകൂടെ ഒരു പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിച്ചാലോ? സ്തുതിക്ക് യോഗ്യനാം യേശുനാഥ, വരുന്നു ഞാനിന്നു നിൻ സന്നിധേ. പൂർണ്ണമായി എന്നെ ഞാൻ നൽകിയിടുന്നു, പകരുക ശക്തി എന്നിൽ നാഥ. യേശുവേ നീ മാത്രമെന്നെന്നും ആരാധ്യൻ, നിനക്കു തുല്യനായാരുമില്ല. സ്വർഗത്തിലുമെന്നും ഭൂമിയിലുമെന്നും നിനക്കു തുല്യനായാരുമില്ല. കൃപയുടെ ആധിക്യത്താലേ നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ, കൃപയുടെ ആധിക്യത്താലേ നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ. ആ ഒരു കൃപയുടെ ആധിക്യത്താലായിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഏറ്റവും സന്തോഷത്തോടെ ആയിരിക്കും ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകമായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിച്ച പോലെ ആ ഒരു സ്നേഹം നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചറിയാണ്. ഒരുപാട് ബലഹീനതകളും കുറവുകളെല്ലാം ഉണ്ടായിട്ടും നമ്മളിപ്പോഴും അത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഒരു പക്ഷേ, എനിക്കെന്ത് യോഗ്യതയുള്ള എൻ്റെ കർത്താവിൻ്റെ ഒപ്പം ആയിരിക്കാൻ. ഈ ലോകത്തിൻ്റേതായിട്ടുള്ള എല്ലാ വഴികളിലും കൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ തെറ്റുകളും വീണു പോയിട്ടുണ്ട്. പാപസാഹചര്യങ്ങളും പ്രലോഭനമൊക്കെ വരുമ്പോൾ ഞാൻ അപ്പം തന്നെ വീണു പോയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും എന്തുകൊണ്ടാണ് എൻ്റെ പിതാവായ ദൈവം എന്നെ ചേർത്ത് പിടിക്കുന്നത് നമ്മളും ചിന്തിച്ചിട്ടുണ്ടാവാം. നമ്മളിപ്പോൾ പാടി പ്രാർത്ഥിച്ച പോലെ ആ ഒരു കൃപയുടെ ആധിക്യത്താലാണ് നമ്മൾ എത്ര വലിയ പാപസാഹചര്യം വീണ് കഴിഞ്ഞാലും വീണ്ടും നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. നമ്മൾ പഴയ നിയമം തൊട്ടേ കാണുകയാണെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് എപ്പോഴും ഭയങ്കര യുണീക്കാണ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിശുദ്ധന്മാരെയോ യോഗ്യതയുള്ളവരോ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ അകത്ത് ഭയങ്കര സവിശേഷമായ ഗുണങ്ങളുള്ള ആരും തന്നെ അല്ല തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദാവീദിനെ തിരഞ്ഞെടുക്കുന്നത് വെറും ഒരു ബാലനായിരുന്നു, വിക്കുള്ളൊരു മോശ. അതേപോലെ തന്നെ ശിഷ്യന്മാരുടെ കാര്യമാണെങ്കിൽ തന്നെയും ആ 12 പേരും 12 തരത്തിലുള്ളവരും ഒരിക്കലും ഈശോയുടെ ശിഷ്യന്മാരെയും മാറും എന്ന് വിചാരിക്കാത്ത ആൾക്കാരാണ് അന്നത്തെ സമൂഹത്തിൽ.
നമ്മളും ഇന്നിപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഈശോയെ എന്നെ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും എന്ന് വെച്ചാൽ എനിക്ക് എന്ത് യോഗ്യതയുള്ളത്, ഞാൻ ഇന്നലെയും കൂടി ഒരു പാപം ചെയ്തു പോയി, ഞാൻ ഇപ്പോഴും പാപാവസ്ഥയിലാണെന്നൊക്കെ നമ്മൾ മനസ്സിൽ പറയുമെങ്കിലും കർത്താവിൻ്റെ ആ തെരഞ്ഞെടുപ്പ് യുണീക്കായതുപോലെ തന്നെയാണ് കർത്താവിന് നമ്മളെക്കുറിച്ചൊരു വലിയ പദ്ധതി ഉണ്ടെന്ന് പറയുന്നത്. അത് കർത്താവിന് അറിയാം, നമ്മളെ തിരഞ്ഞെടുക്കുമ്പോഴേക്കും വീഴ്ചകൾ പറ്റും, വീണ് പോകുന്നതല്ല. പക്ഷെ എങ്കിൽ പോലും കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കുന്നതും സ്നേഹിക്കുന്നതും ആ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാവാനാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഓരോ വ്യക്തികളാണെങ്കിലും, മോശയാവാം, ദാവീദാവാം, എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. നമ്മുടെ ആദ്യ മാതാപിതാക്കളോ അല്ലെ, നമുക്ക് മാനുഷികമായ ഒരുപാട് കുറവുകളുണ്ട്. നമ്മൾ പാപത്തോടെയാണ് ജനിക്കുന്നെങ്കിൽ പോലും നമ്മൾ ആ ഒരു പാപസാഹചര്യങ്ങളായിരിക്കുമ്പോഴും വചനത്തിലൂടെ നമ്മൾ കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. റോമാ 8 വാക്യത്തിൻ്റെ അകത്ത് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. അപ്പം നമുക്കും ഈ ഒരു സമയങ്ങളിലായിരിക്കുമ്പോൾ ആ ഒരു ആത്മാവിൻ്റെ പ്രസൻസിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാര്യം നമുക്കറിയാം, നമ്മുടെ മാനുഷികമായ ചിന്തകൾ ചിന്തിക്കുമ്പോൾ പലതും അസാധ്യമാണ്. പല പ്രലോഭനങ്ങളും വരുമ്പോഴേക്കും കർത്താവ് എനിക്ക് പറ്റുന്നില്ല, ഞാൻ വീണു പോകുമെന്നും പറഞ്ഞ് ഒറ്റയടിക്ക് വീണു പോകാറുണ്ട്. പക്ഷേ ആത്മാവിൻ്റെ ഒരു പ്രസൻസിന് വേണ്ടി, ആത്മാവിൻ്റെ സഹായത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ദാനമായ ഒരു പരിശുദ്ധാത്മാവിന് തന്നെ നമ്മളെല്ലാവരും നയിക്കാൻ പറ്റും. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതും അൺകണ്ടീഷണലായിട്ടാണ്, ഒരു നിബന്ധനകളും കൂടാതെ നമ്മളെ സ്നേഹിക്കുന്നതും ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. അപ്പം നമുക്കും ഈ ഒരു സമയങ്ങളിലായിരിക്കുമ്പോൾ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ഈശോയെ ഒരുപാട് കുറവുകളും ബലഹീനതകളും ഉണ്ട്. പക്ഷേ നേരത്തെ ആ വചനത്തിൽ പറഞ്ഞ പോലെ ഈശോയെ ആ ഒരു വചനത്തിൽ പറയുന്ന പോലെ തന്നെ ആ ഒരു ആത്മാവിൻ്റെ സഹായത്താൽ ഞങ്ങളെല്ലാവരെയും ഈ പാപ സാഹചര്യങ്ങളിൽ നിന്നും ഇതിനെല്ലാം മാറ്റി ഈശോയെ അങ്ങനെ കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിക്കണമെന്ന് നമുക്ക് ഈ ഒരു സമയങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. നിൻ സ്നേഹത്തിൻ്റെ ആഴമെത്രയോ വർണ്ണിക്കുവാൻ എനിക്കാവുകില്ലേ. നിൻ സ്നേഹത്തിൻ്റെ ആഴമെത്രയോ വർണ്ണിക്കുവാൻ എനിക്കാവുകില്ലേ. നടത്തിയ നിന്റെ വഴികളോർത്തെന്നാൽ എങ്ങനെ ഞാൻ നിന്നെ മറന്നിടും. നടത്തിയ നിന്റെ വഴികളോർത്തെന്നാൽ എങ്ങനെ ഞാൻ നിന്നെ മറന്നിടും. യേശുവേ നീ മാത്രമെന്നെന്നും ആരാധന. നിനക്കു തുല്യനായാരുമില്ല. സ്വർഗത്തിലുമെന്നും ഭൂമിയിലുമെന്നും നിനക്കു തുല്യനായാരുമില്ല. കൃപയുടെ ആധിക്യത്താലേ എന്നെ നടത്തിയിടുന്ന എൻ്റെ യേശുനാഥാ. കൃപയുടെ ആധിക്യത്താലേ എന്നെ നടത്തിയിടുന്ന എൻ്റെ യേശുനാഥാ. യാതൊരു യോഗ്യതയില്ലാതിരുന്നിട്ടും നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു. കൃപയുടെ ആധിക്യത്താൽ നമ്മളെ വഴി നടത്തുക ചെയ്യുന്നല്ലേ. അപ്പോൾ ഈശോ നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പേര് ചൊല്ലി ഈശോ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഉള്ളം കയ്യിൽ ഈശോ നമ്മുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് എഫ്രായിം നീ എൻ്റെ വത്സലപുത്രൻ. ആ പാട്ട് നിങ്ങൾക്കറിയാവോ? ഞങ്ങളുടെ പള്ളിയിലൊക്കെ കുർബാന സ്വീകരണത്തിനൊക്കെ പാടുന്നൊരു പാട്ടാണ്. അതിൻ്റെ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ ഇങ്ങനെയാണ് പറയുന്നത്: എന്നിൽ നിന്നും നീ അകന്നുപോയി, എൻ പാത വിട്ടു നീ ദൂരത്തായി, എങ്കിലും മകനെ കാരുണ്യമോടെ തുടിക്കുമെൻ ഹൃദയം നിനക്ക് വേണ്ടി. എത്ര പാപം ചെയ്ത്
ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയാലും എങ്കിലും മകനെ കാരുണ്യമോടെ തുടിക്കുമെൻ ഹൃദയം നിനക്ക് വേണ്ടി. നമ്മുടെ ഹൃദയം തുടിക്കുന്നത് എപ്പോഴാണ്? ഒരാളോട് അത്രയധികം സ്നേഹം നമുക്ക് തോന്നുമ്പോഴാണ്. അപ്പോൾ പാപത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ ഹൃദയം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ ഹൃദയം തുടിക്കുന്നുണ്ട്. നമുക്കറിയാം ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ വായിക്കുകയും റിഫ്ലക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പോർഷനാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ അവകാശമായിട്ടുള്ള സ്വത്തെല്ലാം മേടിച്ച് ദൂരദേശത്തേക്ക് പോയിട്ട് അവിടെ ചെന്ന് ആ സ്വത്തെല്ലാം ദൂർത്തടിച്ച് ഒരു മൊമെൻറ്റിൽ ആ ധൂർത്തപുത്രൻ തിരിച്ചറിയുവാണ്, ഇതല്ല, എനിക്ക് തെറ്റിപ്പോയി, എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് എനിക്ക് തിരിച്ചു പോകണം. പക്ഷെ ധൂർത്തപുത്രൻ പറയുന്നുണ്ട്, അവൻ്റെ ദാസരിൽ ഒരുവനായിട്ടെങ്കിലും എനിക്കിനി അവിടെ ജീവിച്ചാൽ മതി. കാരണം പുത്രനുള്ള അവകാശമൊന്നും, അല്ലെങ്കിൽ ആ ഒരു അവകാശത്തിന് എനിക്കിനി യോഗ്യതയില്ല എന്ന് തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചു പോയിട്ട് അവൻ്റെ ദാസരിൽ ഒരുവനായിട്ടെങ്കിലും ജീവിക്കണമെന്ന് ധൂർത്തപുത്രൻ ആഗ്രഹിക്കുക. അങ്ങനെ ധൂർത്തപുത്രൻ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളിങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്താൽ, ഒരു പിതാവ് ഇങ്ങനെ ബാൽക്കണിയിൽ ഇരുന്ന് കാണുവാണ് ദൂരെ നിന്ന് ഇങ്ങനെ മകൻ നടന്ന് വരുന്നത്. അപ്പോൾ തൻ്റെ മകനാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു മൊമെൻറ്റിൽ പിതാവ് ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. ഓടിച്ചെന്ന് ആ ഇളയ മകനെ കെട്ടിപ്പിടിക്കുക. ഒന്ന് ആലോചിച്ചാൽ ഒരു യാത്ര, വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്, പന്നിക്കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ ജീവിച്ചിട്ടാണ് മനുഷ്യൻ തിരിച്ചു വരുന്നതെന്ന്. അപ്പോൾ അത്രത്തോളം മുഷിഞ്ഞ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ കുളിച്ചിട്ടൊന്നും കാണത്തില്ല, തലമുടിയൊക്കെ ഇങ്ങനെ ചില പിടിച്ച്, അപ്പോൾ അത്രത്തോളം മുഷിഞ്ഞൊരവസ്ഥയിലായിട്ട് പിതാവ് അവനോട് പറയുന്നില്ല, നീ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറയുന്നില്ല. ആ അവസ്ഥയിൽ ആ ഒരു മകനെ കെട്ടിപ്പിടിക്കുക ചെയ്യുന്നത്. ഇത് തന്നെയാണ് ദൈവവും. ഇത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മാമോദീസായി ലഭിച്ച ഒരു വെള്ള വസ്ത്രമുണ്ട്. ചിലപ്പോൾ നമ്മുടെ ആ വസ്ത്രമൊക്കെ ഒത്തിരി കറ പിടിച്ചിട്ടുണ്ടെങ്കിലും ആ വസ്ത്രം മാറ്റിയിട്ട് വരാനല്ല ദൈവം ആവശ്യപ്പെടുന്നത്, മറിച്ച് ആ ഒരു അവസ്ഥയിൽ നമ്മളെ കെട്ടിപ്പിടിക്കുന്ന, നമ്മുടെ ഏറ്റവും പാപാവസ്ഥയിൽ നമ്മളെ കെട്ടിപ്പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ് നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുന്നത് ഡെയിലി ലൈഫിൽ. നമ്മുടെ ഓരോ കുമ്പസാരക്കൂടും ഈ ഒരു സ്നേഹത്തിൻ്റെ ഒരു മഹത്തായ ഒരു സാദൃശ്യമാണ്. വീണ്ടും വീണ്ടും ഒരേ പാപം തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മൾ പോയി പറയുന്നത്, പിതാവേ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണേ. അപ്പോഴും പിതാവ് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മളെ ചേർത്ത് പിടിക്കുക ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ ഒരു സ്നേഹം നമ്മളെല്ലാവരും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുന്നുണ്ട്. ഉറപ്പായിട്ടും നമ്മുടെ ഈ ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ഇതൊന്നും അല്ല, ഇതിനപ്പുറത്തേക്ക് എനിക്ക് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കണം, അവസാനം സ്വർഗത്തിലെത്തിച്ചേരണം എന്നുള്ളൊരു മോട്ടിവേഷൻ തന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ ഈ ഒരു സ്നേഹമാണ്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അപ്പോഴും നമുക്ക് തരുന്ന സ്വർഗത്തിലെ അപ്പനായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആയിരിക്കാൻ വേണ്ടി, ആ ഒരു സ്നേഹത്താൽ നിറയപ്പെടാൻ വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം അല്ലേ? പത്മോസിൻ ദ്വീപിൽ ഞാനേകനായാലും തീച്ചൂളയൻ മധ്യയായിടിലും, പത്മോസിൻ ദ്വീപിൽ ഞാനേകനായാലും തീച്ചൂളയൻ മധ്യയായിടിലും, കൂട്ടിനായി വന്നിടും കൂടെ നടന്നിടും, മാറോടു ചേർത്തന്നെ അടച്ചിടും, കൂട്ടിനായി വന്നിടും കൂടെ നടന്നിടും, മാറോടു ചേർത്തന്നെ അടച്ചിടും. യേശുവേ നീ മാത്രമെന്നെന്നും
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Thank you, Lord. ഈശോയെ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. Thank you, Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. Thank you, Lord. Thank you, Lord. Thank you, Lord. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Lord. Thank you, Lord. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ. ഈ ഒരു സമയങ്ങളെല്ലാം ആയിരിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തിലായിരിക്കാം നമുക്കെല്ലാവർക്കും. അത്രയും അൺകണ്ടീഷണലായിട്ട് എൻ്റെ ഈശോയെ ഞാൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈശോ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ആ ഒരു വലിയ കരുതലിനെ ഓർത്തെല്ലാം ഈ ഒരു സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും നന്ദിയുള്ള മനസ്സോടുകൂടി ആയിരിക്കാം ഈ ഒരു സമയങ്ങളിൽ. ഈശോയെ എൻ്റെ യോഗ്യതകളൊന്നുമല്ല, പറിച്ച് എൻ്റെ ബലഹീനതയല്ല ഈശോയെ എന്നെ കൂടുതൽ അങ്ങ് സ്നേഹിച്ചേക്കെന്ന് ഞാൻ അറിയും തമ്പുരാനെ. ഈശോയെ ഈ സാഹചര്യത്തിലായിരുന്നിട്ടും ഞങ്ങൾ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് യുവജനങ്ങളായ ഞങ്ങൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നതിൽ ഓർത്ത് ഈശോയെ ഒരുപാട് നന്ദി പറയും തമ്പുരാനെ. ഈശോ അങ്ങേ വചനത്തിൽ ഞങ്ങളെപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ സ്നേഹം പുതിയതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലായിരിക്കുമ്പോഴും ഈശോയെ ആ ഒരു വചനം ഞങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ഓർമ്മിപ്പിക്കണേ. ഈശോയെ കഴിഞ്ഞു പോയൊരു നിമിഷം വരെ ഞാൻ ഏത് പാപസാഹചര്യത്തിലായിരുന്നെങ്കിലും ഈ ഒരു നിമിഷം തൊട്ട് എൻ്റെ ഈശോയുടെ സ്നേഹം ഭയങ്കര പുതിയതാണ്. അതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തെന്നോ ഞാൻ ഇതിന് മുന്നേ എന്നായിരുന്നെന്നോ ഒന്നും ഈശോ നോക്കുന്നില്ല. അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഈശോയെ അങ്ങ് ഞങ്ങൾ വിളിക്കനുസരിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിലും ഈശോ ഈ ഒരു സമയങ്ങളിൽ ഞങ്ങൾ ഏറ്റവും ക്ഷമയുള്ള മനസ്സിലൂടെ ആയിരിക്കും ഈശോ ഞങ്ങളങ്ങോട്ട് മാപ്പ് ചോദിക്കുക ഈശോ ഈ ഒരു സമയങ്ങളിൽ. അതോടൊപ്പം തന്നെ ഈ ഒരു സമയങ്ങളിലായിരിക്കുമ്പോഴും ഈശോയെ അങ്ങയുടെ ആ സ്നേഹത്താൽ ഞങ്ങൾ നിറയുമ്പോൾ ഈശോയെ അതേ സ്നേഹം ഞങ്ങളിലൂടെ മറ്റുള്ളവർക്കും കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. പ്രത്യേകമായിട്ട് ഈശോയെ ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തികളിലും ഈശോയെ അവരുടെ കുറവുകളും ബലഹീനതകളെല്ലാം കാണുമ്പോഴും ഈശോയെ അവരുടെ കുറവുകളും ബലഹീനതകളും അവരെ സ്നേഹിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. ഈശോയെ മറ്റുള്ളവരുടെ തളർച്ചയിലും തകർച്ചയിലും അവരെ അകറ്റി നിർത്താതെ അവരോട് ചേർന്ന് നിന്ന് അവർക്ക് സഹായമായി മാറാൻ ഞങ്ങൾ ഓരോരുത്തരും അങ്ങ് സഹായിക്കണമേ. ഈശോയെ എന്നെ എത്രത്തോളം ബുദ്ധിമുട്ടിച്ചാണെങ്കിലും എന്നെ എത്രത്തോളം വിഷമിച്ചാണെങ്കിലും എനിക്ക് യാതൊരു ഉപകാരം ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ഈശോയെ അങ്ങ് എപ്രകാരമാണ് ഞങ്ങൾ ഓരോരുത്തരെയും എപ്പോഴും തള്ളിപ്പറഞ്ഞിട്ട് സ്നേഹിച്ചത്, അതേ സ്നേഹം ആ ഓരോ വ്യക്തികൾക്കും കൊടുക്കുവാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സുകളെ അങ്ങ് വലുതാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങ് പരിശുദ്ധനായിരിക്കുന്ന പോലെ ഞങ്ങളും പരിശുദ്ധനാവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിലും ആ ഒരു വിശുദ്ധി കൈവരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈശോയെ ഓരോ ദിവസവും ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാതൃകയായി മാറുകയാണ്. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കുമ്പോൾ യാതൊരുവിധ നിബന്ധനകളും കൂടാതെ ഏറ്റവും ആത്മാർത്ഥമായി ഞങ്ങൾ സ്നേഹിക്കുമ്പോഴും ഈശോയെ അതേ സ്നേഹം ഞങ്ങളുടെ സഹോദരങ്ങൾക്കും കൊടുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങൾക്കറിയാം ഒരുപാട് കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, ചിലപ്പോൾ വീണെല്ലാം പോകാറുണ്ട് ഈശോയെ. പക്ഷേ വീണ് പോകുമ്പോഴെല്ലാം ഈശോയെ അങ്ങയുടെ കയ്യിലേക്ക് തന്നെ വീഴാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തരെയും വീണ്ടും പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങ് പ്രകാരമാണ് ശിഷ്യന്മാരുടെ മുമ്പിൽ ഏറ്റവും എളിമപ്പെട്ട് ദാസനായി മാറിയത്. അതുപോലെ ഈ ലോകത്തിലായിരിക്കുമ്പോഴും ഈശോയെ എളിമപ്പെടാനും ദാസനായി മാറാനും ഈശോയെ തിരഞ്ഞെടുത്തൊരു കഴുതയെ പോലെ ഏറ്റവും മുമ്പിൽ എളിമപ്പെടാനും എല്ലാം ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ബലപ്പെടുത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ കുറവുകൾ നിറവുകളാക്കി മാറ്റുന്ന തമ്പുരാനെ, ഞങ്ങളുടെ ബലഹീനതയിൽ നിന്നുകൊണ്ട് ഈശോയെ അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അനുവദിക്കണമേ. ഈശോയെ പ്രത്യേകമായിട്ട് നാളിതുവരെ ഞങ്ങൾ ജീവിതത്തിൽ ചൊരിഞ്ഞ എണ്ണമില്ലാത്ത ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നിട്ടും ഞങ്ങൾ ഏതവസ്ഥയിലായിരുന്നിട്ടും ഈശോയെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനും ഞങ്ങൾ സ്നേഹിച്ചതിനെല്ലാം ഓർത്ത് ഒരുപാട് നന്ദിയോടെ ആയിരിക്കുന്നു ഈശോയെ. ഇനി ഞങ്ങൾ മുമ്പോട്ടുള്ള യാത്രയിലും അതേ സ്നേഹത്താൽ ഞങ്ങൾ നയിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈശോ. ആ സ്നേഹം അങ്ങ് ഞങ്ങൾക്ക് തന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ അറിയുന്നു ഈശോയെ. ആ സ്നേഹം കൊടുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും തമ്പുരാനെ. പ്രത്യേകമായിട്ട് ഈ ഒരു സമയങ്ങളിലെല്ലാം ഞങ്ങളോട് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ അങ്ങയുടെ ദാനമായ പരിശുദ്ധാത്മാവാൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കുന്നതിനോർത്തും ആ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ ഞങ്ങൾ ഓരോ ദിവസവും വഴി നടത്തുന്നതിനോർത്തും ഈശോയെ അങ്ങയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഉപകരണമാക്കി മാറ്റുന്നതിനെല്ലാം ഓർത്ത് ഈശോയെ ഈ ഒരു സമയങ്ങളിൽ നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് നമുക്കും ഈ ഒരു സമയങ്ങളിലായിരിക്കുമ്പോൾ ആ ഒരു വലിയ സ്നേഹം ഞാൻ ഏതൊരു അവസ്ഥയിലാണെങ്കിലും ആ ഒരു അവസ്ഥയിൽ ഈശോയ്ക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ, അതേപോലെ തന്നെ നമ്മളും മറ്റുള്ളവരിൽ ഈശോനെ കാണാനും അവരെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുവാൻ നമ്മൾക്കും ശ്രമിക്കാം. എന്നൊരു ദിവസം തൊട്ട് നമുക്ക് ഈ ഒരു സമയങ്ങളിൽ നന്ദിയുള്ള മനസ്സോടുള്ളായിരിക്കുമ്പോൾ ഏറ്റവും ആത്മാർത്ഥത്തോടുകൂടി ഒന്നുകൂടി നമുക്ക് ഈശോയെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധന 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 ആരാധന
യേശുവേ നന്ദി, ആരാധന, ആരാധന, ആരാധന. Thank you, Lord. യേശുവേ മഹത്വം, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you, Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ആരാധന. Thank you, Lord. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 Thank you, Jesus. Thank you, Jesus. Thank you, Lord, for loving me. Thank you, Jesus. Thank you, Jesus. Thank you, Lord, for loving me. Thank you, Jesus. Thank you, Jesus. Thank you, Lord, for loving me. Thank you, Jesus. Thank you, Jesus. Thank you, Lord, for loving me. Thank you, Lord, for loving me. ഈശോയുടെ സ്നേഹത്താൽ നിറയപ്പെട്ട് നമുക്ക് തിരിച്ചു പോകാല്ലേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്തുതിക്ക് യോഗ്യനാം യേശുനാഥ, വരുന്നു ഞാനിന്നു നിൻ സന്നിധേ. പൂർണ്ണമായി എന്നെ ഞാൻ നൽകിയിടുന്നു. പകരുക ശക്തി എന്നിൽ നാഥ. യേശുവേ